ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. തകർന്ന് തരിപ്പണമായ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെയായിരുന്നു ആഷ്ലി വെസ്റ്റ്വുഡ് ഏറ്റെടുത്തത്. 7 മത്സരങ്ങളിൽ നിന്ന് കേവലം 1 പോയിന്റ് മാത്രമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നത്. പക്ഷേ ആഷ്ലി വന്നതിന് ശേഷം അത്ഭുതകരമായ ഒരു തിരിച്ചുവരവ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തി. അവസാനത്തെ 5 മത്സരങ്ങളിൽ ഒന്നിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെട്ടിട്ടില്ല. 8ാം സ്ഥാനത്തേക്ക് കയറി വരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ഏതായാലും ഇതേക്കുറിച്ച് ആഷ്ലിയോട് ചോദിച്ചിരുന്നു. എന്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലെ പ്രശ്നം, എങ്ങനെയാണ് അതിന് പരിഹാരം കണ്ടത്? അതിനുള്ള മറുപടി ആഷ്ലി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്തായിരുന്നു ക്ലബിലെ പ്രശ്നം എന്നുള്ളത് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. ക്ലബ്ബുകളിൽ പോയാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തെന്നാൽ നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത പരിശീലകനാണ്. ബാംഗ്ലൂർ, അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ്, റൗണ്ട് ക്ലാസ് എന്നിവിടങ്ങളിലൊക്കെ പരിശീലിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. ഒരു 15-16 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതാണ് നമ്മൾ ആദ്യം ഉപയോഗപ്പെടുത്തുക. അത് ചിലപ്പോൾ വർക്കാവും. അത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലും സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല, താരങ്ങൾക്ക് ഞാൻ എപ്പോഴും നല്ല ഒരു ആത്മവിശ്വാസം പകർന്നു നൽകിയിരുന്നു. ബ്ലാസ്റ്റേഴ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം അത് എനിക്കും ഉണ്ടായിരുന്നു. പരമാവധി ഹാർഡ് വർക്ക് ചെയ്തു. ടീമിനകത്ത് ഒരു ഐക്യം ഉണ്ടാക്കി, ഒരു സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്തു, താരങ്ങളിൽ നിന്നും ഡിമാൻഡ് ചെയ്തു. അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കളി ആവശ്യപ്പെട്ടു. എൻ്റെ ഐഡിയകളിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. പതിയെ പതിയെ അത് എല്ലാ താരങ്ങളും ഫോളോ ചെയ്തു. അങ്ങനെ എല്ലാം വർക്കായി. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് ആഷ്ലി വെസ്റ്റ്വുഡിന്റെ മറുപടി. അതായത് ആദ്യം തൻ്റെ എക്സ്പീരിയൻസ് താൻ ഉപയോഗപ്പെടുത്തി, താരങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് നൽകി, തൻ്റെ ഐഡിയകളിൽ നിന്നും വൃതിചലിക്കാൻ താൻ തയ്യാറായില്ല, താരങ്ങളിൽ നിന്നും കൂടുതൽ മികച്ച പ്രകടനം ഡിമാൻഡ് ചെയ്തു. പതിയെ പതിയെ തൻ്റെ ആശയങ്ങളെ താരങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങി. ടീമിനകത്ത് നല്ലൊരു ഒത്തൊരുമ ഉണ്ടാക്കി എന്നൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആഷ്ലി വെസ്റ്റ്വുഡ് വലിയ ഒരു മാജിക് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അടുത്ത മത്സരം കൂടി വിജയിച്ചുകൊണ്ട് അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ആഷ്ലി വെസ്റ്റ്വുഡിന് സാധിക്കുമോ എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.